ഞാൻ എൻ്റെ ഒരു ഗസ്റ്റിനായിട്ട് ഫോർട്ട് കൊച്ചിയിൽ ബീച്ച് വന്നപ്പോൾ കണ്ട അവസ്ഥയാണ്. എത്ര ബാഗുകളാണ് ഈ കൊച്ചി കൂട്ടിയിട്ട് കണ്ടാ, എത്ര ബാഗുകളാണ് ഒരു ക്ലീൻ ചെയ്ത് കൊണ്ടുപോകണത്. ഇതെല്ലാം റഷ്യക്കാരാണ് ഈ വന്ന് ക്ലീൻ ചെയ്യുന്നത്, നമ്മളെ ഫോർട്ട് കൊച്ചി ബീച്ച് ക്ലീൻ ചെയ്യുന്നത്. വലിയ നാണക്കേട് ഉണ്ടാക്കിയ സംഭവമായിരുന്നു അല്ലേ? പിന്നെ ഇത് ഭയങ്കരമായ നാണക്കേട് തന്നെയാണ്. കാരണം കേരളത്തിൽ ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിരുന്നു. കാരണം 10-25 വിദേശികൾ വന്നിട്ടാണ്, വിനോദസഞ്ചാരികൾ വന്നിട്ടാണ് ഈ ഇവിടുത്തെ ഈ ദയനീയമായ അവസ്ഥ കണ്ടിട്ട്. കാരണം മൂക്ക് പൊത്തിയാണ് അവരാണ് കയ്യിലെ കാശ് കൊടുത്തിട്ട് കിറ്റുകൾ മേടിച്ച് ചാക്കിൽ പ്ലാസ്റ്റിക് ചാക്കിൽ സ്വരിപ്പിച്ച് കൂട്ടിയിട്ടൊക്കെയാണ്. കോർപ്പറേഷൻ കൗൺസിലറിനോട് പറഞ്ഞപ്പോൾ പറയണമെന്ന് ഇത് വെക്കാനുള്ള സ്ഥലങ്ങളില്ലാണ്. ഇവർക്ക് ഇതൊന്നും പ്രശ്നമൊന്നുമില്ല. ഇവർക്ക് എങ്ങനെയായാലും ഇവിടെ വന്ന പണ്ട് അടിച്ചു മാറ്റണം ഇതുള്ളൂ. ഈ ടൂറിസ്റ്റ് മേഖലയിലെ പണ്ടുകൾ അടിച്ചു മാറ്റണം. ശുചീകരണ പ്രവർത്തനം ഇന്നും നടന്നുകൊണ്ട് ഇപ്പൊ ഒരു ജർമ്മൻകാരൻ ആള് 5-6 മാസം വീട്ടിൽ പോകും. അത് കഴിഞ്ഞ് ഇവിടെ വരും, 2 മാസം ഇവിടെ തങ്ങും. രാവിലെ വന്ന് അദ്ദേഹം ക്ലീൻ ചെയ്യൂടെ, അദ്ദേഹം ഒറ്റക്ക് വന്ന് ക്ലീൻ ചെയ്യും. അദ്ദേഹം ഒരു ദിവസം ഫേസ്ബുക്കിൽ വാട്സാപ്പിൽ ഇട്ടപ്പോൾ ആ എടുത്തവന്റെ പേരിൽ KCRG എന്ന് പറഞ്ഞാണ് ഇപ്പോഴത്തെ. റിയ ബേബി ഉണ്ട് നമുക്കിപ്പം. റിയ, ആകെ നാണക്കേടായ ഒരു സംഭവമായി തീർന്നല്ലോ ഇത്, അല്ലേ? അതെ സേതു, കാരണം ഇത് ഈ പറയാറുണ്ടല്ലോ, എന്നെ തല്ലണ്ട അമ്മാവൻ ഞാൻ നന്നാവില്ലെന്ന്. അതുപോലെ തന്നെ ഇത് എത്ര വേണമെങ്കിലും ഈ വിനോദസഞ്ചാരികൾ ഇവിടെ വന്ന് ഈ മാലിന്യമൊക്കെ പെറുക്കിയെടുത്ത് പോയിക്കോട്ടെ, പക്ഷേ ഞങ്ങൾക്കതിലൊരു നാണക്കേടുമില്ല എന്ന മട്ടിലാണ് നമ്മുടെ ഈ ടൂറിസം വകുപ്പ് അധികൃതരും ഇത് മാറ്റേണ്ട കൗൺസിലർ അടക്കമുള്ള ഹെറിറ്റേജ് കൺസർവേഷൻ സൊസൈറ്റി അടക്കമുള്ള ആളുകളൊക്കെ ആ ഒരു സമീപനമാണ് ഈ വിഷയത്തിൽ സ്വീകരിക്കുന്നത്. ഫോർട്ട് കൊച്ചി പോലൊരു ബീച്ച് എന്ന് പറഞ്ഞാൽ വിദേശ വിനോദസഞ്ചാരികൾ ദിവസവും 100 കണക്കിന് ആളുകൾ ഇവിടേക്ക് എത്തുന്ന ഇടമാണ്. അവരൊന്ന് സമാധാനമായി വന്ന് കാഴ്ചകളൊക്കെ ആസ്വദിച്ച് മടങ്ങാം എന്ന് കരുതി വരുന്നവരാകട്ടെ ഈ അവസ്ഥ കണ്ട് ഗതികെട്ട ഒടുവിൽ അവർ തന്നെ എന്നാൽ പിന്നെ ഞങ്ങളിത് ക്ലീൻ ചെയ്തിട്ട് പോയേക്കാം എന്ന മട്ടിൽ ബീച്ചിലേക്ക് ഇറങ്ങുന്നു. ഇവിടെയുള്ള പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങളൊക്കെ പെറുക്കിയെടുത്ത് അവർ പണം കൊടുത്ത് കവറ് വാങ്ങി കെട്ടി ഇതാ നമ്മുടെ ഫോർട്ട് കൊച്ചി ബീച്ചിൻ്റെ 2 സൈഡിൽ കൂട്ടി വെച്ചിട്ടുണ്ട്. അവർക്കെന്തായാലും ഇത് എടുത്തുകൊണ്ട് തിരികെ റഷ്യയിലേക്ക് പോകാൻ പറ്റില്ലല്ലോ. ഇങ്ങനെ അവിടെ വെച്ച മാലിന്യം പോലും അവിടെ നിന്ന് എടുത്തു മാറ്റാൻ പോലും നമ്മുടെ അധികൃതർക്ക് ഒരു ദിവസം കഴിഞ്ഞിട്ടും സാധിച്ചിട്ടില്ല. നമ്മൾ കൗൺസിലറോട് ചോദിച്ചു, അദ്ദേഹം പറയുന്നത് ഈ മാലിന്യ സംസ്കരണത്തിൻ്റെയും വൃത്തിയാക്കലിൻ്റെയും ഒക്കെ ചുമതലയുള്ളത് നമ്മുടെ ടൂറിസം വകുപ്പിനും ഹെറിറ്റേജ് കൺസർവേഷൻ സൊസൈറ്റിക്കുമാണ്. അവർ 10-20 ആളുകളെ അതിന് ചുമതലപ്പെടുത്തി അവിടെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നതാണ് കൗൺസിലർ പറയുന്നത്. ഇനി അവർക്ക് പറ്റില്ലെങ്കിൽ അത് കോർപ്പറേഷനെ ഏൽപ്പിക്കൂ എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരിയാൽ ഈ ഉണ്ടായ നാണക്കേട് മാറുന്നതല്ല. ഇനിയെങ്കിലും ഇവിടെ വരുന്ന വിനോദസഞ്ചാരികൾക്ക് അവർക്ക് ഇവിടെ ക്ലീൻ ചെയ്ത് പോകേണ്ട ഒരു ഗതികേട് നമ്മൾ ഉണ്ടാക്കരുത് എന്നത് മാത്രമാണ് ഈ ദൃശ്യങ്ങൾ കണ്ടിട്ടെങ്കിലും നമുക്ക് പറയാനുള്ളത്. എന്തായാലും ടൂറിസം വകുപ്പൊക്കെ ഇത് കാണുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. വിനോദസഞ്ചാരികളൊക്കെ നമ്മൾ കേരളത്തിലേക്ക് ഇങ്ങനെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ എത്തുന്നവർ ഈ കാഴ്ച കണ്ട് പോയാൽ മറ്റൊരാളെ കൂടി ഇങ്ങോട്ട് വിടുമോ എന്നതാണ് നമ്മളടക്കം ചോദിക്കുന്നത്, നമ്മൾ ചിന്തിക്കുകയും ചെയ്യേണ്ട കാര്യം. സോഷ്യൽ മീഡിയയിൽ എന്തായാലും ഈ ദൃശ്യങ്ങൾ വലിയ തോതിൽ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. നാണമില്ലേ നിങ്ങൾക്ക്, നാണക്കേടില്ലേ എന്നൊക്കെയാണ് ആളുകൾ അതിനടിയിൽ ചോദിക്കുന്നത്. എന്തായാലും ഒരു ഉത്തരം, മറിച്ചൊരു പോസിറ്റീവായിട്ടുള്ള ഒരു തീരുമാനമൊക്കെ വരുമെന്ന് നമ്മളും പ്രതീക്ഷിക്കുന്നു.